കാര്യം ചോദിച്ചോട്ടെ? സഖാവിന് പാർട്ടിയിലെ ശത്രുക്കളുണ്ടോ? ഒരാളൊരു യഥാർത്ഥ സഖാവാകുന്നത് എപ്പോഴാണെന്ന് ദാസൻ അറിയൂ. അയാൾ അയാളുടെ ജീവിതത്തെക്കാൾ ഉപരി മറ്റൊരുവന്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, സഹായിക്കുമ്പോഴാണ്. അത്തരം സഖാക്കൾ ചേർന്നതാണ് ഈ പാർട്ടി. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആരിൽ നിന്നും. മാർക്ക് ചെയ്തിരിക്കുന്ന തേർഡ് ലൈൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സർ. അയ്യപ്പദാസ്. യെസ് സർ. ദ റീസൺ വൈ ഐ വാണ്ട് ടു സേ ഈസ്, നമുക്കൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഫ്രം ഇൻ്റലിജൻസ്. അതായത് മുകുന്ദൻ സാറിന് നേരെ ചിലപ്പം എപ്പോൾ വേണമെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടായേക്കാം. ഇവിടെ സെൻട്രൽ പ്രസിഡന്റിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് 4 പേർ ഇറങ്ങിയിട്ടുണ്ട്. അതർ ദാൻ ദസ്, സം അതർ ഗ്രൂപ്പ്സ് ആർ ഓൾസോ ടാർഗറ്റിംഗ് മിസ്റ്റർ മുകുന്ദൻ. നീ ഗൺമാൻ ഡ്യൂട്ടി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മുമ്പ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയോട് സംസാരിച്ചില്ല? അപ്പോ നീ ഈ ജോലി വലിയ താല്പര്യത്തോടെ അല്ല ചെയ്യുന്നതെന്നാണ് അർത്ഥം. എന്താ ശരിയാ? ഇതൊന്നും പിള്ളേർ കളിയല്ലോ. ഇലക്ഷൻ ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അയാൾക്ക് നേരെ ഇനിയൊരു അറ്റാക്ക് ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? ഈൻ്റെ ഒരു ഗുരുതരാവസ്ഥ കുഞ്ഞു മോനെ എനിക്ക് മനസ്സിലാവില്ലാന്ന്. സാറ് പറഞ്ഞത് എന്താണെന്ന് തനിക്ക് മനസ്സിലായോ? ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയ, ട്രെയിൻഡ് ആയ മറ്റൊരു ഗൺമാൻ തനിക്ക് പകരം വന്നേക്കാം. റൈറ്റ്? ഞങ്ങൾ ഇതിനെപ്പറ്റി മുകുന്ദൻ സാറിനോട് സംസാരിച്ചിരുന്നു. ബട്ട് ഹീ ഈസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്. തനിക്ക് സമ്മതമാണെങ്കിൽ മാറാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ ഡിസിഷൻ ഈസ് യുവേഴ്സ്. തിരിച്ച് നീ ക്യാമ്പിലേക്ക് പോകണമെന്നില്ല. സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് മാറാൻ പറ്റും. അതെല്ലാം പരിഗണിക്കാവുന്ന വിഷയമാണ്. എന്തെന്ന്? ഓക്കെ, താനൊന്ന് ആലോചിക്കുക. സി, യു ഷുഡ് നോട്ട് ഡിസ്ക്ലോസ് ദിസ് മീറ്റിംഗ് വിത്ത് എനിവൺ. കോൺഫിഡൻഷ്യലായി വെച്ചാൽ മതി. യു മേ ഗോ. സർ. എടോ, പൂർണ്ണമായും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്കുറപ്പുള്ള കാര്യങ്ങൾക്കേ ഇറങ്ങാവും. അല്ലെങ്കിൽ അത് പ്രശ്നമാണ് എല്ലാ തരത്തിലും. എനിക്ക് തിരിയുന്നുണ്ടാ? വയ്ക്കോ.
കോളനിയിലെ ബാക്കി കിണറ്റിലും ഇതാണ് അവസ്ഥ. കണ്ണൂരിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് കിണറ്റിൽ മുടി കൊണ്ടേ ഇടുക. ഇനി കിണർ ദേവാണ്ട് ആ വെള്ളമൊന്നും കൊള്ളൂല. പാവങ്ങൾ. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല സഖാവേ. നമ്മളെ പശുക്കളെല്ലാവരും കൊന്നു, നമ്മളെ കുട്ടികളെ വണ്ടിയിലായിട്ട് തകർത്തു. ഇതിപ്പോ കുറേ ആയി ഈറ്റുകൾ ഇങ്ങനെ. എന്ത് ചെയ്യാൻ പറ്റും സഖാവേ? ഇതെല്ലാം ഞങ്ങൾ ശരിയായിക്കോളാം, പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കരയിപ്പിച്ചിട്ട് തിരിച്ചടിക്കാണ്ട് നിൽക്കരുത് സഖാവേ. തന്ന കണക്ക് നമ്മൾ തീർത്തിരിക്കും, പലിശ അടക്കം. സങ്കടപ്പെടണ്ട, ഇതെന്റെ വാക്കാണ്. ഗോപിനാഥ സഖാവ് പറന്നു വരുന്നുണ്ട്. ദാസ് കുറച്ച് ഫ്രീ ആയിക്കോ, എനിക്ക് കുറച്ച് പാർട്ടി തല ചർച്ചകളുണ്ട്. ദാസേ, വാ, ഒരു കാര്യം പറയട്ടു. ഒച്ച വെക്കരുത്. ഈടുന്ന് ഓടാൻ ശ്രമിച്ചാൽ ഈടിയിട്ടിട്ട് നിന്നെ തീർക്കും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പറയുന്ന പോലെല്ലാം അങ്ങ് കേട്ടാൽ മതി. ഒരാൾക്ക് ഇനിയൊന്ന് കാണാനുണ്ട്. 1 മണിക്കൂറെടുത്ത കാര്യമുള്ളൂ. ജീപ്പ് കയറി.